കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഈ ഒരു രക്ഷ നമുക്ക് ദാനമായി ലഭിച്ചു. നാം ഇന്ന് ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആലോചിച്ച് നോക്കി, ഇതിന് എന്തെങ്കിലും ഒരു യോഗ്യത എനിക്ക് പറയാനുണ്ടോ? ഒരു ശ്രേഷ്ഠത പറയാനുണ്ടോ? നാം ഇരിക്കുന്ന ഇരിപ്പിൽ കർത്താവേ, എനിക്ക് എന്ത് ശ്രേഷ്ഠത പറയാനുള്ളത്? ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറെ രക്തം കൊണ്ട് ഒരു ശുദ്ധീകരണം എന്റെ ജീവിതത്തിൽ നടക്കാൻ ഞാൻ എന്ത് യോഗ്യത എനിക്കുള്ളത്? ഒരു യോഗ്യതയും പറയാനില്ല. നാം ബലഹീനനായപ്പോൾ ബലഹീനതയിൽ തുറന്നിൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്റെ കടും ചുമപ്പായ പാപത്തെ ഹിമം പോലെ വെളുപ്പിച്ച് ഇന്നൊരു വിശുദ്ധിയുടെ പദവിയിലേക്ക് നിർത്തി. യേശു പോകുന്ന കണ്ടപ്പോൾ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അബ്രഹാമിനും ഇസ്ഹാക്കിനും ദൈവം യാഗത്തിന് വേണ്ടി ഒരു കുഞ്ഞാടിനെ അവിടെ കരുതിയപ്പോൾ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തു താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പാപം ചെയ്യാത്തവൻ, പാപം എന്തെന്നറിയാത്തവൻ, നമ്മുടെ ഓരോരുത്തരും പാപത്തെ കർത്താവായ യേശു ക്രിസ്തു തന്നിലേക്ക് ഏറ്റെടുത്തു. എന്നിട്ട് അവൻ കാൽവരിയിൽ യാഗമായി തീർന്നു. ഈ രക്ഷയെ വിശ്വസിക്കുന്ന ദൈവമക്കളാണ് ആമേൻ ഹല്ലേലൂയ നിത്യജീവൻ അവകാശമാക്കുന്നത്. ഈ രക്ഷയെ അംഗീകരിക്കാത്ത, ഈ രക്ഷയെ ഏറ്റെടുക്കാത്ത, കർത്താവിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകൾ ഒരിക്കലും നിത്യജീവനിലേക്ക് പ്രവേശിക്കില്ല. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യജീവനാണ്, നിത്യജീവൻ. യോഹന്നാൻ എന്ന് വിളിച്ചു പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ, സ്തോത്രം. ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മക്കളായി തീരാനും ഈ ഒരു ഭാഗ്യ പദവിയിലേക്ക് പ്രവേശിക്കാനും ആമേൻ നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും നമുക്ക് ജോലി ലഭിക്കുമ്പോഴും നമ്മുടെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ നടത്തുമ്പോഴൊക്കെ നമുക്ക് ധ്യാനിക്കാൻ പറ്റുന്നുണ്ടോ? കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ അപ്പവും മീനും നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടം തോന്നിയിട്ടുണ്ടോ? അത് ഇതിനെ ലാഘവത്തോടുകൂടിയാണ് കാണുന്നത്. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് യാഗമാകുക കാൽവരിയിൽ. ഗൊൽഗൊഥ മലയിലേക്ക് ഈ ക്രൂശ് ചുമന്ന് കൊണ്ടുപോകുമ്പോൾ ഒരു കൂട്ടം ആളുകൾ പരിഹസിക്കുമ്പോൾ നിസ്സാരം ആളുകൾ വിളിച്ചു, അവൻ നീതിമാൻ, അവൻ പാപമില്ല എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ആ വിളിച്ചു പറയുന്നവരോട് യേശു പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ. കർത്താവ് ആ കാലത്ത് പറഞ്ഞ ആ കാര്യം ഇന്ന് എത്രത്തോളം ഗൗരവത്തോടെ നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മുടെ മക്കളെ ചൊല്ലി കരയാൻ, നമ്മുടെ മക്കൾ വിശുദ്ധിയുടെ പദവിയിൽ നിൽക്കാൻ. ഹല്ലേലൂയ. ഇവിടെ യാഗമാകുമ്പോൾ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ക്രൂശിന്മേൽ കിടന്ന് മരിക്കുന്നതിന് മുമ്പ് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആ ക്രൂശിച്ച വ്യക്തികളോട് പോലും മനസ്സലിവ് കാണിച്ച ഒരു ദൈവമാണ്. അവർക്ക് കൂടെ രക്ഷ ദൈവം ഒരുക്കി. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദയ്ക്കും ദൈവം രക്ഷ ഒരുക്കി. യൂദ പോയി കെട്ടിത്തൂങ്ങി ചത്തത് കൊണ്ട് മാത്രമാണ് അവൻ ആ നിത്യജീവൻ അവകാശമാക്കാതെ പോയത്. അല്ലെങ്കിൽ ദൈവം അവരോട് ക്ഷമിക്കുമായിരുന്നു. അങ്ങനെ സകല മനുഷ്യർക്കും വേണ്ടി